മിസ്റ്റർ ടെക് ഇലക്ട്രോണിക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമുക്കൊരു FM ഡബിൾ കോഡ് ആന്റിന ഉണ്ടാക്കാം എന്നുള്ളതിനെ പറ്റിയാണ്. ഈ ഒരു ഡബിൾ കോഡ് FM ആന്റിന ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ FM റേഡിയോയിൽ നോയ്സ് ആയിട്ട് കേൾക്കുന്ന പല FM സ്റ്റേഷനുകളും വളരെ കൃത്യമായി ക്വാളിറ്റിയോടെ റിസീവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ FM റേഡിയോയുടെ മേക്കിംഗ് പ്രൊസീജിയറിലേക്ക് നമുക്ക് കിടക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഫ്രണ്ട്സ്, ഈ കാണുന്നതാണ് FM റേഡിയോ ഡബിൾ കോഡ് ആൻറ്റിനയുടെ ഡയഗ്രാം. രണ്ട് എലമെൻറ്റുകളാണ് ഈ FM റേഡിയോ ആൻറ്റിനയിൽ വരുന്നത്. ഒരു റിഫ്ലക്ടർ എലമെൻറ്റും ഒരു ഡ്രിവൺ എലമെൻറ്റും. ഡ്രിവൺ എലമെൻറ്റിലേക്കാണ് റേഡിയോയിലേക്കുള്ള കോയാക്സിയൽ കേബിൾ കണക്ഷൻ പോകുന്നത്. റിഫ്ലക്ടറിൻ്റെയും ഡ്രിവൺ എലമെൻറ്റിൻ്റെയും ഓരോ വശത്തെയും നീളം ഞാനിവിടെ AB എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അസംബിൾ ചെയ്ത FM റേഡിയോ ഡബിൾ കോഡ് ആൻറ്റിനയുടെ ഡയഗ്രമാണ് നിങ്ങൾ ഈ കാണുന്നത്. FM റേഡിയോ ആൻറ്റിനയുടെ പാർട്സാണ് ഞാനീ കാണിച്ചിരിക്കുന്നത്. 80 സെൻറ്റിമീറ്റർ നീളമുള്ള 8 മില്ലിമീറ്റർ ഡയമീറ്ററിൻ്റെ 4 അലുമിനിയം ട്യൂബുകളാണ് റിഫ്ലക്ടർ എലമെൻറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. 78.1 സെൻറ്റിമീറ്റർ നീളമുള്ള 4 അലുമിനിയം ട്യൂബുകൾ ഡ്രിവൺ എലമെൻറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ആൻറ്റിനയുടെ സപ്പോർട്ടിംഗ് ഫ്രെയിം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ PVC പൈപ്പുകളും T കണക്ടറുകളും ഉപയോഗിക്കുന്നത്. ഈ ആൻറ്റിനയുടെ പാർട്സ് എല്ലാം നമുക്ക് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നട്ടും ബോൾട്ടും ആവശ്യമാണ്. കോയാക്സിയൽ കേബിൾ കണക്ട് ചെയ്യുന്ന ഭാഗത്ത് ഉറപ്പിക്കാനുള്ള ഒരു PVC ഷീറ്റാണിത്. ഈ PVC ഷീറ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നതിനെ പറ്റിയിട്ട് ഈ വീഡിയോയിലൂടെ നമുക്ക് കാണാം. അടുത്തതായിട്ട് നമുക്ക് ഇതിലെ ഓരോ എലമെൻറ്റുകളും നട്ടും ബോൾട്ടും ഉപയോഗിച്ചുകൊണ്ട് ഉറപ്പിച്ചെടുക്കാം. ഫ്രണ്ട്സ്, ബാക്കിയുള്ള എലമെൻറ്റുകളും ഇതുപോലെ നട്ടും ബോൾട്ടും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കാം. FM റേഡിയോ ആൻറ്റിനയുടെ റിഫ്ലക്ടർ എലമെൻറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ ഉണ്ടാക്കിയെടുത്ത റിഫ്ലക്ടർ എലമെൻറ്റിന് ഒരു സപ്പോർട്ടിംഗ് ഫ്രെയിം ആവശ്യമാണ്. അതിനു വേണ്ടിയിട്ട് 2 PVC പൈപ്പുകൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഈ PVC പൈപ്പ് ഒരു T കണക്ടറിൻ്റെ സഹായത്തോടെ നമുക്ക് കണക്ട് ചെയ്യാം. ഇനി ഈ PVC ഫ്രെയിം നേരത്തെ ഉണ്ടാക്കിയെടുത്ത റിഫ്ലക്ടർ എലമെൻറ്റിലേക്ക് കണക്ട് ചെയ്യാം. ഈ PVC പൈപ്പിൻ്റെ രണ്ടറ്റത്തായിട്ട് ഓരോ നോച്ച് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ നോച്ചിൻ്റെ സഹായത്തോടെ അലുമിനിയം പൈപ്പിലേക്ക് വളരെ ഈസി ആയിട്ട് ഈ സപ്പോർട്ടിംഗ് ഫ്രെയിം കടത്തി വയ്ക്കാൻ സാധിക്കും. മാത്രമല്ല, ഇത് ഇളക്കിയെടുക്കാനും വളരെ എളുപ്പമാണ്. അടുത്തതായിട്ട് ആൻറ്റിനയുടെ ഡ്രിവൺ എലമെൻറ്റ് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ടുള്ള അലുമിനിയം ട്യൂബുകൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഈ അലുമിനിയം ട്യൂബും നേരത്തെ കണക്ട് ചെയ്ത പോലെ നട്ടും ബോൾട്ടും ഉപയോഗിച്ചുകൊണ്ട് വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ കണക്ട് ചെയ്യുക.
ഫ്രണ്ട്സ്, നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും രണ്ട് ചെറിയ അലുമിനിയം ട്യൂബുകൾ ഞാൻ ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ രണ്ട് അലുമിനിയം ട്യൂബുകളും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നേരത്തെ ഒരു PVC ഷീറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്. ഈ ചെറിയ രണ്ട് അലുമിനിയം ട്യൂബുകളുടെയും ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 78.1 സെൻറ്റിമീറ്റർ ആണ്. ഈ ചെറിയ രണ്ട് അലുമിനിയം ട്യൂബുകളുടെയും ഭാഗത്തായിട്ട് ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്. ആ ഗ്യാപ്പിൻ്റെ നീളം എന്ന് പറയുന്നത് 1.5 സെൻറ്റിമീറ്റർ ആണ്. റിഫ്ലക്ടർ എലമെൻറ്റിൽ കണക്ട് ചെയ്ത പോലെ ഒരു സപ്പോർട്ടിംഗ് ഫ്രെയിം ഈ ഡ്രിവൺ എലമെൻറ്റിലേക്കും കണക്ട് ചെയ്യാം. റിഫ്ലക്ടർ എലമെൻറ്റും ഡ്രിവൺ എലമെൻറ്റും തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു ഫ്രെയിം കൂടി നമുക്ക് ആവശ്യമാണ്. ഈ ഫ്രെയിം ഉപയോഗിച്ചുകൊണ്ട് വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ രണ്ട് എലമെൻറ്റുകളും കണക്ട് ചെയ്യുക. ഇങ്ങനെ ഈ ഫ്രെയിം കണക്ട് ചെയ്യുമ്പോൾ രണ്ട് എലമെൻറ്റുകളും തമ്മിലുള്ള ഡിസ്റ്റൻസ് 56.7 സെൻറ്റിമീറ്റർ എന്ന് വരണം. ആ രീതിയിൽ വേണം ഈ PVC പൈപ്പ് ഫ്രെയിം കട്ട് ചെയ്ത് എടുക്കുവാൻ. ഇനി മറ്റേ എലമെൻറ്റും ഈ ഫ്രെയിമിലേക്ക് കണക്ട് ചെയ്യാം. കോയാക്സിയൽ കേബിൾ അടുത്തതായിട്ട് ഈ ആൻറ്റിന ഡ്രൈവർ എലമെൻറ്റിലേക്ക് കണക്ട് ചെയ്യാം. കോയാക്സിയൽ കേബിളിൻ്റെ സെൻട്രൽ വയർ ഒന്നാമത്തെ ബോൾട്ടിലേക്കും ഷീൽഡ് വയർ രണ്ടാമത്തെ ബോൾട്ടിലേക്കും കടത്തി വച്ചതിന് ശേഷം ഒരു നട്ട് ഉപയോഗിച്ചുകൊണ്ട് ഉറപ്പിച്ചെടുക്കുക. ഇനി ഇതെല്ലാം അഴിഞ്ഞു പോകാതിരിക്കാൻ സെലോ ടേപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഒട്ടിച്ചെടുക്കാം. ഫ്രണ്ട്സ്, നമ്മുടെ ഡബിൾ കോഡ് FM റേഡിയോ ആൻറ്റിനയുടെ മേക്കിംഗ് പ്രൊസീജിയർ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി ഈ ആൻറ്റിന നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ടെസ്റ്റ് ചെയ്യാനായി ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഒരു പഴയ ടേപ്പ് റെക്കോർഡറിലെ FM റേഡിയോ ആണ്. ഇവിടെ ഒരു ടെലിസ്കോപ്പിക് ഏരിയൽ കണക്ഷൻ മാത്രമാണ് ആൻറ്റിനയ്ക്ക് വേണ്ടിയിട്ട് ഉള്ളത്. അപ്പോൾ ഡബിൾ കോഡ് ആൻറ്റിനയിലെ രണ്ട് വയർ കണക്ഷൻസ് ഇതിൽ എങ്ങനെ കണക്ട് ചെയ്യാം എന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു BNC സോക്കറ്റ് എടുത്തിട്ടുണ്ട്. ഈ BNC സോക്കറ്റിൻ്റെ സെൻട്രൽ വയർ, അതായത് റെഡ് വയർ, ഇതിൻ്റെ ആൻറ്റിനയിലേക്ക് സോൾഡർ ചെയ്ത് കണക്ട് ചെയ്യാം.
സോൾഡർ ചെയ്തതിനു ശേഷം ഈ സോക്കറ്റിലെ ബ്ലാക്ക് വയറ് ഈ റേഡിയോയിലെ ബാറ്ററി നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്യുക. ഈ റേഡിയോയിലെ ബാറ്ററി കേസ് റിമൂവ് ചെയ്യുമ്പോൾ ഇതിൽ നെഗറ്റീവ് കണക്ട് ചെയ്യുന്ന ഒരു സ്പ്രിങ് വയർ കാണാൻ സാധിക്കും. അതിലേക്കാണ് സോൾഡർ ചെയ്ത് കണക്ട് ചെയ്യേണ്ടത്. ഈ FM റേഡിയോ ഞാൻ വീടിൻ്റെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ആൻ്റനയുടെ മേക്കിംഗ് പ്രൊസീജിയർ കംപ്ലീറ്റ് ആയപ്പോൾ തന്നെ മഴ തുടങ്ങി. അതുകൊണ്ടാണ് രാത്രി ടെസ്റ്റിംഗ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഈ FM റേഡിയോയിലേക്ക് ഡബിൾ ക്വാഡ് ആൻ്റന കണക്ട് ചെയ്തിട്ടില്ല. ആൻ്റന കണക്ട് ചെയ്യാത്തപ്പോൾ എത്ര FM സ്റ്റേഷനുകൾ കിട്ടുന്നുണ്ട് എന്ന് നോക്കാം. ഇനി ഈ റേഡിയോയിലേക്ക് ആൻ്റന കണക്ട് ചെയ്യാം. ഈ ക്വാഡ് ആൻ്റന കണക്ട് ചെയ്യുമ്പോൾ എത്ര സ്റ്റേഷനുകൾ കിട്ടുന്നുണ്ട് എന്ന് നമുക്ക് നോക്കാം. $15.5 കോടി രൂപയ്ക്കാണ് சிறுத்தை திரைப்படத்திற்காக ரஞ்சித், சித்ரா, ரோஷன் சேர்ந்து பண்ண பாடல் வித்யாசாகர் இசையில் வருது. கேட்பீங்க, தொடர்ந்து செஞ்சிருங்க. அகில இந்திய அளவில் புரட்சி RSM சப்தகிரி பைனான்சில் தங்க நகைகள் நெற்று முக்கால் வட்டியில் ரூபாய் 4500 வழங்கப்படுகிறது. திருநெல்வேலி, தூத்துக்குடி, தென்காசி, മാത്രമാണെന്ന് ഈ FM റേഡിയോ ആൻ്റന കണക്ട് ചെയ്തപ്പോൾ ചില സ്റ്റേഷനുകൾ നമുക്ക് നോയ്സ് ആയിട്ടാണ് കിട്ടിയത്. കാരണം ദൂരം കൂടുന്തോറും ഈ FM റേഡിയോ സിഗ്നലിൻ്റെ സ്ട്രെങ്ത് വളരെ കുറഞ്ഞു വരും. കാരണം അത് ലൈൻ ഓഫ് സൈറ്റ് കമ്മ്യൂണിക്കേഷൻ ആയതുകൊണ്ടാണ്. FM റേഡിയോ സിഗ്നലുകൾ അന്തരീക്ഷത്തിലൂടെ ഏതൊക്കെ രീതിയിൽ സഞ്ചരിക്കുന്നു എന്നതിനെക്കുറിച്ച് പറയുന്ന കാര്യമാണ് ഈ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. അതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ ഞാൻ മറ്റൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിൽ മറ്റൊരു നല്ല കിടിലൻ കണ്ടന്റുമായിട്ട് നമുക്ക് വീണ്ടും വരാം. ഇറ്റ്സ് മീ ജോമോൻ, ദിസ് ഇസ് മിസ്റ്റർ ടെക് ഇലക്ട്രോണിക്സ് സൈനിങ് ഔട്ട്.